ഹായ് ഓൾ അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3-4 ദിവസമായി വീഡിയോസൊന്നും ഇല്ലാതെ കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ സിലു വീഡിയോ ഇല്ലാത്തത്, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്താ വീഡിയോ ഇല്ലാത്തത് എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പത്തെ കുറച്ച് ക്ലിപ്സാണ്. അപ്പോൾ അത് ആഡ് ചെയ്തതാണ് കേട്ടോ. ഇതിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കുട്ടികൾക്കും കഴിക്കാൻ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള റസഗുല, ഗുലാബ് ജാമുൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ മക്കൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ആൾ വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതെല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇല്ലാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നല്ല പനി, ജലദോഷം, ചുമ, ശ്വാസം മുട്ടൽ അങ്ങനെ ആയിട്ട് മൊത്തത്തിലാകെ കിടപ്പിലായിരുന്നു 2 ദിവസമായി. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയും 2 ദിവസം ലീവായി. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എന്താ വീഡിയോ ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി തീരെ വയ്യ. അപ്പോൾ എനിക്കും തോന്നി ഏതായാലും ഒന്ന് റെസ്റ്റ് എടുക്കാം, കുറേ ദിവസമായാലും ഇങ്ങനെ ഓടി നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ഇല്ലാത്തത്. പിന്നെ കുറേ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അത്ത ഉള്ള സമയത്ത് അത്ത ആണ് എന്നെ ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ കഴിക്കാനായിട്ടും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത്ത ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അമ്മ എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് വരും. പിന്നെ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ നമ്മുടെ ഈ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യൂലേ, ആ സാധനം അവർ ഇൻസ്റ്റാളേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല സാധനം കേട്ടോ, നല്ല ഉപകാരമുണ്ട്. നമുക്കിപ്പോൾ വീട്ടിലിപ്പോൾ പാഡ് ഡിസ്പോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ ചെറിയ കുട്ടികളുടെ വീട്ടിൽ ഡയപ്പറൊക്കെ ഡിസ്പോസ് ചെയ്യാനും, പിന്നെ വലിയ വയസ്സായവരൊക്കെ താമസിക്കുന്ന വീട്ടിലും അതുപോലെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതെന്തുകൊണ്ട് നല്ല ഉപകാരമാണ്. ഞാൻ കുറേ ദിവസമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു. അങ്ങനെ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വേസ്റ്റൊക്കെ വരുന്നത് ഫുള്ളായിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് അത് ഫുള്ളാവുന്ന സമയത്ത് അങ്ങനെ കത്തിക്കുകയാണ് കേട്ടോ പതിവ്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇൻഷാല്ലാ ഞാൻ വീഡിയോ ഇടാം, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വീട്ടിൽ ഇതുപോലെ വാങ്ങി വെക്കണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തോ. നല്ല സാധനമാണ് കേട്ടോ. എനിക്കെന്തായാലും നന്നായിട്ട് ഉപകാരപ്പെട്ടു. കാരണം ഇവിടെ ഇപ്പോൾ വേസ്റ്റ് എടുക്കാനൊന്നും ഇവിടെ ആരും വരുന്നില്ല. മറ്റേ വീട്ടിലാണെങ്കിൽ പിന്നെയും അവിടുത്തെ ഈ വേസ്റ്റ് എടുക്കാനുള്ള എത്താത്തമാർ ചേച്ചിമാർ വരുമായിരുന്നു. ഇവിടെ പിന്നെ നമ്മൾ പുതിയതായതുകൊണ്ടാണോ ഇനി ഇവിടെ അങ്ങനെ ഇല്ല എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പിന്നെ ഈ സാധനം വന്നപ്പോൾ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്ലാസ്റ്റിക്കും വേണമെങ്കിൽ കത്തിക്കാം, പക്ഷേ പ്ലാസ്റ്റിക് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലല്ലോ കത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ പറയുന്നില്ല. പിന്നെ പുക കാര്യങ്ങൾ അങ്ങനെ സ്മെല്ല് കാര്യങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല. ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ നല്ല സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വന്ന ദിവസം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വേസ്റ്റ് കത്തിക്കുന്ന ഭാഗം മാത്രം ഷൂട്ട് ചെയ്തിട്ട് ബാക്കി പിറ്റേ ദിവസം ആണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വല്ല പുറത്തേക്കൊക്കെ പോകണ പോലെയൊക്കെ റെഡി ആയിട്ട് വേണം എപ്പോഴും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാനും വേണ്ടിയിട്ട്. വീട്ടിലിരിക്കുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു വേസ്റ്റ് അന്നത്തെ ദിവസം കത്തിച്ച് നോക്കായിരുന്നു. പെട്ടെന്ന് തന്നെ കത്തിയിട്ട് നമുക്ക് ഒരു പിടി ചാമ്പൽ മാത്രമായിട്ട് കിട്ടി കേട്ടോ. എന്തായാലും നല്ല സംഭവമാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അന്നത്തെ ദിവസം നല്ലോണം ഡൗൺ ആയിട്ട് 2-3 ദിവസം അങ്ങനെ കിടക്കായിരുന്നു. അന്ന് തന്നെ നമ്മളെ കാണാൻ 2 കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇൻക്യുബേറ്ററിൻ്റെ ആൾക്കാരും പിന്നെ ഈ ഒരു മറ്റേൻ്റെയും കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത്രയും നേരം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു മൂഡ് ഓഫൊക്കെ എങ്ങോട്ട് പമ്പാടുന്നു എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ അങ്ങോട്ട് പോയി. എനിക്കിപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഡൈവേർട്ട് ആക്കാനും വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കോഴി, കിളി, പിന്നെ കുറേ പച്ചക്കറി കൃഷി, ചെടികൾ ഇങ്ങനെയൊക്കെ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോഴാണ് കിളി വളർത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ പാമ്പ് വരും എന്നൊരു പേടിപ്പെടുത്തലല്ല, അതൊരു വാസ്തവമാണ്. അങ്ങനെയും കൂടെ കേട്ടപ്പോൾ ആകെ ഒരു ടെൻഷനായി. പിന്നെ കോഴീനെ നമ്മളിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹോളിൽ ഇൻക്യുബേറ്ററിൽ ഇട്ടിട്ടാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മക്കൾ ശരിക്കും നല്ല ഹാപ്പിയാണ്. പിന്നെ എൻ്റെ കാര്യത്തിൽ ശരിക്കും ഒരു മാജിക് പോലെയായിരുന്നു. അത്രയും നേരം ഞാൻ അങ്ങനെ സ്ട്രെസ് അടിച്ച് നിൽക്കായിരുന്നു. ഈ കുഞ്ഞു കുട്ടികളെ കണ്ടതും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പിന്നില്ലേ ഈ ഒരു ഇൻക്യുബേറ്റർ നല്ല സംഭവമാണ്. നിങ്ങൾ ഈ കോഴിക്കുഞ്ഞിനെ മുട്ടയൊക്കെ വിരിയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ മുട്ട വിരിയിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് വളർത്തണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഈ ഒരു ഇൻക്യുബേറ്റർ സെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ തരാം. അവരും വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അവരിൽ നിന്ന് നമ്മളിപ്പോൾ അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും വലിയൊരു ഉപകാരം തന്നെ ആയിരിക്കും. KK ഇൻക്യുബേറ്റർ എന്നാണ് കേട്ടോ അവരുടെ പേര്. നമ്മുടെ സബ്സ്ക്രൈബറാണ്, എപ്പോഴും നമ്മുടെ വീഡിയോസിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ സിലുവിന് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു തന്നെയാണ്. സംഭവം നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഇൻക്യുബേറ്റേഴ്സൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ ധൈര്യത്തിൽ. പിന്നെ അതുപോലെ ആരെങ്കിലും ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആർക്കെങ്കിലും കോഴികളൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താലും, ഈ വീഡിയോ അയച്ചു കൊടുത്താൽ ആ ഫാമിലിക്ക് ഒരു ഉപകാരമായിരിക്കും കേട്ടോ. അവർ ഭാര്യയും ഭർത്താവും പിന്നെ 3 മക്കളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഒന്നിച്ച് ഫാമിലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓരോ ചെറിയ കുട്ടികൾക്ക് വരെ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും അറിയുന്നുണ്ട്. അവരോടൊക്കെ സംസാരിച്ചു. പിന്നെ എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. അവർ കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ചുച്ചുക്കുട്ടിയും മിച്ചു ബേബിയും ഫുൾ ടൈം സ്കൂൾ വിട്ട് വന്നാലൊക്കെ മൊബൈലിൽ കളിക്കുന്നതിന് വരും കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നല്ലൊരു ഉപകാരമായി. ചുച്ചുക്കുട്ടി പിന്നെ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ നെഞ്ചിൽ കിടത്തിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏതായാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അവരെടുത്ത് ഓർഡർ കൊടുത്ത് ഓൾ കേരള അവർ അയച്ചു തരും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഈ കോഴിമുട്ടയൊക്കെ വിരിയിക്കുന്നത് എന്നുള്ളത്. വിരിയാൻ കഴിവുള്ള കോഴിമുട്ടകൾ കിട്ടൂലേ, അതിനെന്തോ ഒരു പേര് പറയും കേട്ടോ. അങ്ങനത്തെ മുട്ടകൾ വാങ്ങിയിട്ട് നമ്മൾ ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക്കാണ്. നേരത്തെ നമ്മൾ കണ്ടത് മാനുവലായിട്ട് നമ്മളിങ്ങനെ മുട്ട തിരിച്ച് വെച്ച് കൊടുക്കണം. പക്ഷേ ഓട്ടോമാറ്റിക്കലി 2 മണിക്കൂർ കൂടുമ്പോൾ ഈ ഒരു സ്ലൈഡിങ് പോലെയുള്ള സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ചോപ്പ് ട്രേ ഇല്ലേ, അതിൽ വെള്ളം മാത്രം എപ്പോഴും ഫില്ലായിരിക്കണം എന്നേ ഉള്ളൂ. മുട്ട കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വെള്ളം ഇതുപോലെ ആ ഒരു ആണി കാണുന്നില്ല, ആ ഒരു ഭാഗത്ത് ഇങ്ങനെ അതുവരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക, കറണ്ട് പോവാതെ നോക്കിയാൽ മതി. ഒരു 16 ദിവസം കഴിയുമ്പോൾ ഈ മുട്ടയെല്ലാം വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളായിട്ട് വരും കേട്ടോ. അത് കണ്ടില്ലേ നീങ്ങുന്നത്, ഇങ്ങനെ നീങ്ങിക്കൊടുക്കും. അപ്പോൾ മുട്ട തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ചും മറിച്ചും വെക്കേണ്ട ഒരാവശ്യമൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. ഇതിൽ 2 ഫാനും അങ്ങനെ 2 ബൾബാണ് വരുന്നത്. അത് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് നേരം ഓണായി കിടക്കും, പിന്നെ അതിന് ശേഷം ഓഫാവും. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു 16 ദിവസങ്ങൾക്ക് ശേഷം ഇതിൽ കാണുന്ന പോലെ മുട്ടകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിട്ട് ഉണ്ടാവും. അങ്ങനെയാണ് സംഭവം, ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ ഈ മുട്ട ഇങ്ങനെ വിരിഞ്ഞ് അതിൽ നിന്നിങ്ങനെ വരുന്ന കോഴികളെ കാണുന്ന സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഇങ്ങനെയാണ് കോഴി മുട്ടയിൽ നിന്നും കോഴി ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് ശരിക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു ഇതൊക്കെ കാണുന്ന സമയത്ത്. സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ വേറെ കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും തീരെ വയ്യ കേട്ടോ. കൈയും കാലും മൊത്തത്തിലെല്ലാം ഇങ്ങനെ കുഴഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും 3-4-5 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിശേഷങ്ങളും പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്നത്തേക്ക് ആക്കിയത് കേട്ടോ. പിന്നെ അതേ ഹയാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹയാനെ വിളിക്കുന്ന സമയത്ത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അവന് സർപ്രൈസായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായി കണ്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അവനെ ഏൽപ്പിക്കും, ഇനി മുതൽ കോഴിക്കുഞ്ഞിന് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് നീയാണ് അവരുടെ വാപ്പ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അവനും ഭയങ്കര ഹാപ്പിയായി. നോക്കും, പക്ഷേ ചില സമയം ശ്രദ്ധ ഫുള്ളും ടി വിയിൽ മാത്രമാവും. അപ്പോൾ ഞാൻ ടി വിയിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി, അവർ സാധനം അയച്ചു തരും കേട്ടോ. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.